ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, RSC നാഷണൽ സാഹിത്യോത്സവത്തിൻ്റെ ഈ മഹത്തായ വേദിയിൽ സാമൂഹ്യ തിന്മകൾ, വിദ്യാർത്ഥി പ്രതിരോധം എങ്ങനെ സാധ്യമാക്കാം എന്ന വിഷയത്തിൽ ഞാൻ അല്പം സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് സാമൂഹ്യ തിന്മകൾ. മദ്യം, മയക്കുമരുന്ന്, അഴിമതി, വർഗീയത, ലിംഗവിവേചനം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങി നമ്മുടെ നാടിൻ്റെ പുരോഗതിയെ പിന്നോട്ട് വലിക്കുന്ന നിരവധി ദുശീലങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഈ തിന്മകൾക്കെതിരെ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രതിരോധം തീർക്കാൻ കഴിയുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥി സമൂഹമാണ്. സാമൂഹ്യ തിന്മകൾ വ്യക്തിയെ മാത്രമല്ല, കുടുംബത്തെയും സമൂഹത്തെയും നശിപ്പിക്കുന്ന ഒരു വിഷമാണ്. ഒരു രാജ്യത്തിൻ്റെ യുവത്വമാണ് അതിൻ്റെ ഭാവി. മയക്കുമരുന്നിൻ്റെ പിടിയിലാകുന്ന ഒരു വിദ്യാർത്ഥി ആ രാജ്യത്തിന് നഷ്ടമാകുന്ന ഒരു സ്വപ്നമാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിദ്വേഷം വളർത്തുന്ന ഒരു വിദ്യാർത്ഥി ആ സമൂഹത്തിൻ്റെ ഐക്യം തകർക്കുന്ന ഒരു ശക്തിയാണ്. അഴിമതിയും പക്ഷപാതവും കണ്ട് വളരുന്നൊരു വിദ്യാർത്ഥി നാളത്തെ ഭരണകൂടത്തിന് ഒരു ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഈ തിന്മകളെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. വിദ്യാർത്ഥികൾ വെറും പഠിതാക്കൾ മാത്രമല്ല, അവർ ചോദ്യം ചെയ്യുന്നവരാണ്. മാറ്റത്തിന് വേണ്ടി നിലകൊള്ളാൻ ഭയമില്ലാത്തവരാണ്. യുവമനസ്സുകൾക്ക് ശുദ്ധിയുണ്ട്, ഊർജമുണ്ട്, സത്യസന്ധതയുണ്ട്. തെറ്റായ രീതികളെ ചോദ്യം ചെയ്യാനും മുതിർന്നവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും അവർക്ക് സാധിക്കും. ഈ ശക്തിയാണ് നാം സാമൂഹ്യ തിന്മകൾക്കെതിരെ ഉപയോഗിക്കേണ്ടതും. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? നിങ്ങളിൽ നിന്നാർ ഒരു തിന്മ കണ്ടാൽ അവനത് കൈകൊണ്ട് മാറ്റട്ടെ, അതിനു സാധിക്കുന്നില്ലെങ്കിൽ നാവ് കൊണ്ട് മാറ്റട്ടെ, അതിനും സാധിക്കുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് മാറ്റട്ടെ. അതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും ദുർബലപ്പെട്ട അവസ്ഥ. തിരിച്ചറിവുണ്ടായിട്ടും പ്രതികരിക്കാതിരിക്കുന്നത് ഒരു വിശ്വാസിയുടെ രീതിയല്ല. നാവ് കൊണ്ടോ കൈ കൊണ്ടോ മനസ്സുകൊണ്ടോ പ്രതിരോധം തീർക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. വിദ്യാർത്ഥി പ്രതിരോധം കേവലം മുദ്രാവാക്യ വിളികളിൽ ഒതുങ്ങരുത്. അതിന് വ്യക്തമായ ഒരു കർമ്മ പദ്ധതി ആവശ്യമാണ്. 3 കാര്യങ്ങളിലൂടെ നമുക്കിത് സാധ്യമാക്കാം. 1. അറിവും ബോധവൽക്കരണവും. അറിവാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിരോധം. മയക്കുമരുന്നിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചോ സൈബർ നിയമങ്ങളെക്കുറിച്ചോ ഉള്ള അറിവില്ലായ്മയാണ് പലപ്പോഴും കുട്ടികളെ കുഴപ്പത്തിലാക്കുന്നത്. നമ്മുടെ ക്ലാസ് മുറികളിലും ക്യാമ്പസുകളിലും സ്ഥിരമായി ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുക. ഓരോ വിദ്യാർത്ഥിയും മറ്റൊരു വിദ്യാർത്ഥിക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന രൂപത്തിലാവുക. 2. സ്വയം മാതൃകയാവുക. മാറ്റം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്. വ്യക്തിപരമായ സത്യസന്ധതയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. പരീക്ഷാ ഹാളിലെ കോപ്പിയടി മുതൽ പൊതുമുതൽ നശിപ്പിക്കാതിരിക്കുന്നത് വരെ ഈ സത്യസന്ധത ആവശ്യമാണ്. ഒരു സാമൂഹ്യ തിന്മയെ പ്രോത്സാഹിപ്പിക്കുകയോ കണ്ടിട്ട് മൗനം പാലിക്കുകയോ ചെയ്യില്ലെന്ന് ഓരോ വിദ്യാർത്ഥിയും പ്രതിജ്ഞ എടുക്കണം. നമ്മുടെ ചുറ്റുമുള്ള നല്ല മാതൃകകളെ നാം ഉയർത്തിക്കാട്ടണം. 3. കൂട്ടായ പ്രവർത്തനവും പിന്തുണയും. ഒറ്റപ്പെട്ട ചെറുത്തുനിൽപ്പിനേക്കാൾ ഏറ്റവും ശക്തി കൂട്ടായ്മയ്ക്കാണ്. സാമൂഹ്യ തിന്മകൾക്കെതിരെ വിദ്യാർത്ഥി കൂട്ടായ്മകൾ രൂപീകരിക്കുക. നമ്മുടെ ചുറ്റുമുള്ള നല്ല മാതൃകകളെ നാം ഉയർത്തിക്കാട്ടുക. നിങ്ങളുടെ ഒരു ചങ്ങാതി മയക്കുമരുന്നിന്റെ അടിമയാണെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താതെ അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പിന്തുണ നൽകുക. തെരുവുകളിലും സോഷ്യൽ മീഡിയയിലും ധാർമ്മിക ശബ്ദം ഉയർത്തുക. നിങ്ങളുടെ പേജുകൾ വെറും വിനോദത്തിന് മാത്രമാക്കരുത്, മാറ്റത്തിനും വേണ്ടിയാവുക.
കൂട്ടുകാരെ, നിങ്ങൾ വിചാരിക്കുന്ന നല്ല സമൂഹം മറ്റാരോ വന്ന് ഉണ്ടാക്കി തരികയില്ല. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈകളിലാണ്. നിങ്ങളുടെ വിനോദം, നിങ്ങളുടെ പ്രതിബദ്ധത, നിങ്ങളുടെ വിദ്യാഭ്യാസം, ഇതാണ് സാമൂഹ്യത്തിന്മകൾക്കെതിരെ ഉപയോഗിക്കേണ്ട ഏറ്റവും വലിയ പ്രതിരോധം. നമുക്ക് ഒരുമിച്ച് ഭയമില്ലാതെ ധീരതയോടെ നമുക്കിതിനു വേണ്ടി പ്രയത്നിക്കാം. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും നിശ്ചയദാർഢ്യമാണ് നാളത്തെ നല്ല സമൂഹത്തിൻ്റെ അടിത്തറ. അള്ളാഹു നമ്മെ നല്ല സമൂഹത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ വഅനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.